വിടവാർത്തയിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ജലനിരപ്പ് ഉയർന്നതോടെ 10ലേറെ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. വിവിധ നദികളിലും മുന്നറിയിപ്പ് നൽകി. രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകും. രജീഷ്, മഴ തുടർന്നു പോകാൻ തന്നെയുള്ള സാധ്യത, അതും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു? സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 9 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1 മണിക്ക് വന്ന അപ്ഡേറ്റിലും ഏറ്റവും പുതിയതായി 9 ജില്ലകളിൽ തന്നെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത്. എക്സ്ട്രീം ഹെവി റെയിൻ എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വടക്കൻ ജില്ലകളിൽ, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ളൊരു സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് പ്രവചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒപ്പം നദികളിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പത്തനംതിട്ടയിലെ പമ്പയിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത് മണിമലയിലും ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പമ്പയിൽ യെല്ലോ അലർട്ടും ഇതുമായി മലക്കര സ്റ്റേഷൻ പരിധിയിൽ ഭാഗത്ത് മഞ്ഞ അലർട്ടും യെല്ലോ അലർട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവചിക്കുന്നു. യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങാനെന്ന കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പുള്ള നദികളിൽ ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല. അത് മുറിച്ച് കടക്കുന്ന നടപടിയിലേക്ക് കടക്കാൻ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ ഏതെങ്കിലും മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ അവിടുന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാറി താമസിക്കണമെന്ന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 3 ഡാമുകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട്. പേപ്പാറ ഡാം രാവിലെ തുറന്നു. ഒപ്പം തന്നെ നെയ്യാർ ഡാമിൻ്റെ ഷട്ടറുകൾ 160 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ നിലവിൽ 200 സെൻറ്റിമീറ്റർ ഉയർത്തി. ഇനി വൈകിട്ട് വീണ്ടും ഉയർത്തും. പേപ്പാറ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ അരുവിക്കര ഡാമിൽ വീണ്ടും ജലനിരപ്പ് വരും. അതിൻ്റെ ഭാഗമായി വീണ്ടും ഷട്ടറുകൾ വൈകിട്ട് ഉയർത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അപ്പം ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനുള്ള സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും ഒക്കെ സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തടക്കം പല സ്ഥലങ്ങളിലും ഈ ഉയർന്ന തിരമാല ഉണ്ട്. വലിയ രീതിയിൽ കടൽക്ഷോഭമൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം, കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന കർശന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു. എന്തായാലും ശക്തമായ മഴ, അതിതീവ്ര മഴയ്ക്കുള്ളൊരു സാധ്യത, ഒപ്പം തന്നെ ശക്തമായ കാറ്റിനുമുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണം. തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ താമസിക്കുന്നവരൊക്കെ തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്ന് 11 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ യോഗം വിളിച്ചിരുന്നു. കളക്ടറുടെ ഓൺലൈൻ യോഗമാണ് വിളിച്ചിരുന്നത്. അതിൽ ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ള പ്രദേശങ്ങളിലുള്ള വില്ലേജ് ഓഫീസർമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് അടക്കമുള്ള വില്ലേജ് ഓഫീസർമാർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം, ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന് ആളുകളെ അവിടേക്ക് മാറ്റാനുള്ള നിർദ്ദേശം യോഗത്തിൽ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. നാളെയും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. നാളെ യെല്ലോ അലേർട്ടാണ് ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. ശക്തമായ മഴ ഉണ്ടാകുന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഒപ്പം തന്നെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെ ശക്തമായ മഴ തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസമായി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. അതിശക്തമായ മഴയാണ്. പലയിടത്തും ഇത്തരത്തിൽ മണ്ണിടിച്ചിലൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശനമായ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ജിൽജി.